നമ്മൾ കയറുവാണേ. ഇത് ഇങ്ങനെ ഹിമാലയം കാണാം കേട്ടോ. അങ്ങ് ദൂരെ കണ്ടോ, ദൂരെ സൂം ചെയ്ത് കാണിക്കാം. ഈ മലയുടെ പുറകെ കണ്ടോ ഒരു ഐസ് കണ്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴുള്ളത് ചിറ്റ്വാനിലെ ഭരത്പൂർ എയർപോർട്ടിലാണ്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് പൊക്ര എയർപോർട്ടിലേക്കാണ്. നോക്കിയാൽ അറിയാം, വളരെ ചെറിയൊരു എയർപോർട്ടാണ്. നമ്മുടെ കോട്ടയം ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അത്ര വലിപ്പമുള്ളൂ. തീരെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. 18 പേരൊക്കെ കയറുന്ന ചെറിയ വിമാനമാണ്. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു ചെറിയ സ്കാനിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാഗ് അതിലിടുക, സ്കാൻ ചെയ്യും, നേരെ അങ്ങോട്ട് കൊടുക്കുക, നേരെ ടിക്കറ്റ് തരും, നമുക്ക് നേരെ കയറിപ്പോവാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. 2950 രൂപയ്ക്ക് നമുക്ക് ചിറ്റ്വാൻ ടു പൊക്ര നമുക്ക് യാത്ര ചെയ്യാം. നേരെ തിരിച്ച് ബസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ നമുക്ക് 400 രൂപയ്ക്കൊക്കെ ബസ് കിട്ടും. പക്ഷേ അത് ഒരു 8 മണിക്കൂർ നോർമൽ റണ്ണിങ് ഉണ്ട്. പിന്നെ വളരെ സുഖമായിട്ട് ഇതുണ്ടല്ലോ, ഡിപ്പാച്ചർ കൗണ്ടറൊക്കെ ഉണ്ടല്ലോ, വളരെ ചെറിയൊരു ഡിപ്പാച്ചറാണ്. നമുക്ക് വന്ന് ഈസി ആയിട്ട് നമുക്ക് ബസ്സൊക്കെ കയറി പോകുന്ന പോലെ ഒന്ന് ഓടി വന്ന്, അല്ല 2 മണിക്കൂർ മുമ്പൊന്നും വരണ്ട. പുറപ്പെടുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വന്നാൽ മതി. ആ സമയത്ത് വന്നാലും കയറാം. ഇതിപ്പം ബുദ്ധ എയറിൻ്റെ കൗണ്ടർ കാണാവേ. ഇപ്പം നമ്മുടെ സമയം വീണ്ടും നമ്മൾ 9:30 വീണ്ടും അത് 11 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കാരണം അതെ. അപ്പോൾ നമ്മുടെ യാത്രക്കാർ ബോറടിക്കുമ്പം അത് മാറ്റാൻ വേണ്ടി ഇവിടുത്തെ ഈ എയർപോർട്ട് സ്റ്റാഫുകൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിപ്പിക്കുകയാണ്. അവരെ പറഞ്ഞു കൊടുക്കുക. വിദേശികളൊക്കെ ഉണ്ട് ഇവിടെ, നേപ്പാൾ വന്നിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം അവരോട് ഈ സ്നേക്ക് ആൻഡ് ലാഡർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ചില സമയത്ത് 9:30 ഫ്ലൈറ്റ് ചിലപ്പോൾ 12 മണി, 11 മണി, ചിലപ്പോൾ 2 മണി അങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട്. കാരണം ഇവിടെ ഈ ലാൻഡിങ് വളരെ ദുർഘടം പിടിച്ച പണിയാണ്, മോശം കാലാവസ്ഥയാണെങ്കിൽ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ടൈം ആയിട്ടുണ്ട്, ഒരു 11:30 മണി ആയിട്ടുണ്ട്. പറഞ്ഞതിനേക്കാൾ 2 മണിക്കൂർ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൗണ്ടർ തുറന്നു, ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. നമ്മളാണ് ആദ്യം പോകുന്നത്. നമ്മുടെ ബിനോയ് സാറ് ഏറ്റവും ഫ്രണ്ടിൽ പോന്നു. രണ്ടാമതായിട്ട് നമ്മൾ പോന്നു, റിയോച്ചാനുണ്ട് കൂട്ടത്തിൽ. അപ്പം നേരെ ഫ്ലൈറ്റിലേക്കാണ്. ഫ്ലൈറ്റ് ഇതാ വന്ന് കിടക്കുന്ന കാണാം. ഒറ്റ ഫ്ലൈറ്റേ ഉള്ളൂ. ചെറിയ എയർപോർട്ടാണ്, കണ്ടില്ലേ, നമ്മുടെ ചെറിയൊരു റൺവേയും കാര്യങ്ങളൊക്കെയാണ്. നേരെ പോവുക. വേറെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. നേരെ ടിക്കറ്റ് നമ്പറുണ്ട്, അത് വെച്ച് നമ്മൾ ടിക്കറ്റ് സീറ്റ് നോക്കി കയറിയിരിക്കുക. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ കയറ്റുന്നുണ്ട്. നമ്മുടെ സീറ്റ് നമ്പർ കണ്ടു. നമ്മൾ പതുക്കെ അങ്ങനെ കയറിയിരിക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റ് പതുക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടേ. ആൾക്കാർ കയറി സ്റ്റാർട്ടാക്കി. വേറെ ഫോർമാലിറ്റി ഒന്നുമില്ല. ആൾക്കാർ കയറുക, ഡബിൾ ബെല്ല് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നേരെ റൺവേ വിട്ട് നമ്മുടെ ബുദ്ധ എയർ പതുക്കെ ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മളപ്പം ചിറ്റ്വാനോട് നമ്മുടെ ബോബി സാറിനോട് വിട പറഞ്ഞ് ഒരു 3 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ല ഓർമ്മകൾ, നമുക്ക് ഗ്രാമത്തിലൊക്കെ പോകാൻ പറ്റി. അപ്പോൾ അവിടെ നമ്മൾ നേരെ പൊക്രയിലേക്കാണ് പോകുന്നത്. താഴെ നോക്കിയാൽ കാണാം ചിറ്റ്വാൻ നഗരത്തിൻ്റെ ഭംഗി. നല്ല ചീട്ടുകൊട്ടാരം പോലെ ഇരിക്കുന്ന കെട്ടിടങ്ങൾ.
ബഹുനില കെട്ടിടങ്ങളൊന്നുമില്ല. നമ്മളെ കൊച്ചിയിൽ നിന്നൊക്കെ പൊങ്ങിക്കഴിയുമ്പം കാണുന്ന പോലുള്ള ബഹുനില കെട്ടിടങ്ങളൊന്നുമില്ല. എല്ലാം ഒരു 3 നില, മാക്സിമം 2 നില, പിന്നെ പ്ലസ് റൂഫിങ് ഏകദേശം ഒരേ പാറ്റേണിലാണ്. നീല റൂഫിങ് നമുക്ക് കാണാം. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ വല്ല നഗരസഭയുടെ വല്ല ഒരു പ്രത്യേക കളർ കോഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നല്ലൊരു ഇതാണ്. അപ്പോൾ നമ്മൾ പതുക്കെ ചിറ്റുവാനോട് വിട പറയുകയാണേ. കൃഷികളൊക്കെ കാണാം നമുക്ക്. ചിറ്റുവാനിലെ കൃഷിക്കാരാണ് ഇവിടെ. എല്ലാ കൃഷിയും ടൂറിസത്തിനൊന്നും വലിയ സാധ്യതകളില്ലെങ്കിലും കൃഷിയാണ് ഇവരുടെ മെയിൻ. താഴെ നമുക്ക് ചിറ്റുവാൻ നാഷണൽ പാർക്ക് കാണാം. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ചിറ്റുവാൻ നാഷണൽ പാർക്കാണ്. പിന്നെ കാളി നദി കാണാം, ദ്വീപും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ലെവലിലാണ് വിമാനം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒത്തിരി 20 മിനിറ്റ് മതി നമുക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി. വലിയ ഹൈറ്റിൽ പോകത്തില്ല. വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എയർ ഹോസ്റ്റസ് 1-2 പേരെ പുറകിലോട്ട് കൊണ്ടിരുത്തി ബാലൻസ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ബാലൻസ് ചെയ്യാൻ തോന്നുന്നത്. കാരണം ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാവും. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുകയാണ്. ചെറിയൊരു ലാൻഡിങ് സ്പേസാണ്. കാണുമ്പോൾ അറിയാം കേട്ടോ. റോഡിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടൊരു ടേബിൾ ടോപ്പ് പോലെ ഉള്ള ലാൻഡിങ് ആണ്. വളരെ ശ്രമകരമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നേരെ ഇതാ റൺവേ തൊട്ടു. ദൈവമേ, ഭയങ്കര എന്തായാലും ദൈവത്തിന് നന്ദി. നമ്മൾ ലാൻഡ് വേ തൊട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പൊക്കാറയിലെ എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ചെറിയ എയർപോർട്ടാണെങ്കിലും നല്ല മനോഹരമാണ്. നല്ല ഒരു മോഡേൺ രീതിയിൽ നമ്മളിപ്പോൾ നേപ്പാളിൽ കണ്ടതിൽ വെച്ചൊരു നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു ഫ്രണ്ട് എലിവേഷനൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ സ്വീകരിക്കാനൊക്കെ ട്രഡീഷണൽ വേഷങ്ങൾ അണിഞ്ഞ പെൺകുട്ടികൾ നിൽപ്പുണ്ട്. അവർ അവരുടെ കലാരൂപങ്ങളുടെ ഓരോ കലാരൂപങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഡ്രസ്സുകൾ ധരിച്ചിട്ടുണ്ട്. അവർ നമ്മളെ പ്രത്യേകം സ്വീകരിക്കും. ഒരു വിദേശ വനിതയെ കാണാം. നമസ്കാരം. എയർപോർട്ടിൽ നിന്ന് നമ്മൾ റൂമിലോട്ട് പോവാണ്. ഇവിടെ നിന്നൊരു 7.5 കിലോമീറ്റർ ഉണ്ട്. ഹോട്ടലുകാർ നമുക്ക് മാപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. ഇവർ 1000 നേപ്പാളിയാണ് പറഞ്ഞത്. 1000 നേപ്പാളി എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം 600 രൂപ. നല്ല രസമാണ്. മൗണ്ടൻ കാണാം. എന്നുവെച്ചാൽ മുകളിൽ കണ്ട മഞ്ഞ് മൂടി കിടക്കുന്നത് പ്രേമുണ്ടേ. മച്ചാപ്പച്ച മൗണ്ടനാണ് കാണുന്നത്. മച്ചാപ്പച്ച केरला अब क्या है? घूमने के लिए आया? हाँ, घूमने के लिए आया? हाँ, 2 दिन इधर 2 दिन 2 दिन है. 2 दिन घूमना है. हाँ, इതാണ് നമ്മുടെ സാരഥി. नाम आपका नाम? मेरा कृष्णा. ഓ, പ്രൈവറ്റ് ബസ് സർവീസാണ്. ഭയങ്കര പൊടിയാണ് ഇവിടെ. വഴിയെല്ലാം മോശം. ടൗണിനകത്ത് ഈ അവസ്ഥ. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോകുന്ന പുറത്ത് നിന്നായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഫ്ലൈറ്റ് ആണെന്നുണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം. നമ്മൾ പൊക്കാറയിലാണ് ഉള്ളത്. പൊക്കാറയിൽ വന്ന് റൂമെടുത്തൊരു കുളിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു പേവ ലേക്കുണ്ട്. ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. പതുക്കെ ഇങ്ങനെ ഒന്ന് കുറച്ച് നടന്നു പോവാം. അല്ലാണ്ട് വെയിലൊക്കെ മാറി വരുന്നുണ്ട്. വെയിലുണ്ട്, വെയിൽ മാറുന്ന അവിടെ ലേക്കിൻ്റെ കാഴ്ച നമുക്ക് ദൂരെ നിന്ന് കാണാവേ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. മൗണ്ടൻ കാണുന്നുണ്ടോ? അവിടെ ഐസ് ആയിട്ട് നിൽക്കുന്നുണ്ട് മൗണ്ടൻ. മുകളിൽ മൗണ്ടൻ കാണാം. നമ്മൾ നാളെ രാവിലെ ഒരു വ്യൂ പോയിൻ്റ് പോകുന്നുണ്ട്. സൺറൈസ് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ടൂറിസ്റ്റുകളുടെ വണ്ടിയാണ്. നല്ല അടിപൊളി വ്യൂ ആട്ടോ. പൊക്കാറ ലേക്കിൻ്റെ നല്ലൊരു വ്യൂ ആണ്. നല്ല രസമാകുന്നില്ലേ ആൾക്കാർ.
വള്ളം പുതിയ വള്ളങ്ങൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് ഇവിടെ. പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അവരൊരു കളർ കോഡിലാണ്. വൈറ്റ് ഒരു ബ്ലൂവും റെഡും അടിക്കുകയാണ്. ഇതൊരു ദ്വീപാണ്. ഇതുണ്ടാകും ദ്വീപാകട്ടോ. ചെറിയൊരു ദ്വീപ് പോലെ അമ്പലമാണ്. അവിടെ വേണേൽ പോകാൻ നമുക്ക് വേണേ വള്ളത്തിൽ കയറി. ഇത് ഇങ്ങനെ ഹിമാലയം കാണാം കേട്ടോ. അങ്ങ് ദൂരെ കണ്ടോ, ദൂരെ സൂം ചെയ്ത് കാണിക്കാം. ഈ മലയുടെ പുറകെ കണ്ടോ ഒരു ഐസ് കണ്ടോ ഉണ്ടോ. അതൊരു ഹിമാലയത്തിൻ്റെ ഒരു സൈഡാണ്. നല്ല രസം. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ്. അത് ചെറിയൊരു ദ്വീപാണ്. ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. അവിടെ അങ്ങോട്ട് വെള്ളത്തിൽ പോകാം. ഇവിടുത്തെ നൈറ്റ് നല്ല കാഴ്ചകളാണ്. പൊക്കറ ലേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ചുറ്റും നടന്ന് ആസ്വദിക്കാൻ നല്ല പബ്ബുകളും ബാറും പിന്നെ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ലൈവ് മ്യൂസിക്കുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടക്കാൻ വരുന്നുണ്ട്. യൂട്ടോപ്പിയ ഗാർഡൻ. ഇവിടെ പോർക്ക് 120, ബീഫ്, ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് ചെറിയ ബാറും അങ്ങനെ ആസ്വദിക്കാം അടിപൊളിയായിട്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഗ്രില്ല്, ബാറ്, പാട്ട്. നമ്മളിങ്ങനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നില്ല. കപ്പിൾസൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നു. പാട്ടും happy hour. Get 2 beer, 1 hookah free. ഇവിടെ വരെ മതി.
മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മൾ നേപ്പാളിലാണ് ഉള്ളത്. നേപ്പാളിലെ പൊക്കറയിലാണ് ഉള്ളത്. വെളുപ്പിനെ ഇപ്പം നമ്മൾ 4:45 ഒരു സൺറൈസ് കാണാൻ വേണ്ടി പോവാണേ. സൺറൈസ് സാരംഗോട്ട്. ഇതാ നമ്മുടെ സാരഥി ഉണ്ട്, റിവാൻചാനൊക്കെ പുറകിലിരിപ്പുണ്ട്. റിവാച്ച, നമുക്ക് കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇന്നലെ താമസിച്ച് ഉറങ്ങിയേ. എങ്കിലും നമ്മൾ ആ സൺറൈസിൻ്റെ ആ ഒരു ഭംഗി ഓർത്തിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ ഇന്നലെ വണ്ടി ബുക്ക് ചെയ്തായിരുന്നു. രാവിലെ വണ്ടി വന്നു. അപ്പോൾ നമ്മൾ നേരെ സാരംഗോട്ട് പോകട്ടെ. സാരംഗോട്ട് സൺറൈസ്, അവിടെ നിന്നാൽ ഹിമാലയമൊക്കെ കാണാം, രാവിലത്തെ സൺറൈസ് കാണാം. അപ്പം പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ, അവിടെ ചെന്നുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം. ഓക്കെ, മാക്സിമം സ്പീഡിൽ വെച്ച് കയറുക കേട്ടോ. മാരുതി അൾട്ര 800 നേരത്തെ അവിടെ ചെല്ലുമ്പം സൂര്യോദയം കഴിഞ്ഞ പണിവാള് വരെ, അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ കയറുക. 1500 ഓ 12,000 അടി ഉയരം കേട്ടോ. കയറ്റമാണ്. ഹിമാലയൻ ഫ്രണ്ട് ഹോട്ടൽ. ഒരുപാട് നടപ്പുകാരുണ്ട് ഇവിടെ. ജോലി എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ ഉണ്ട് 5-6 മണിക്ക് തുടങ്ങും. ഇവിടുത്തെ ജോലി 12 മണിയാകും തീരും കേട്ടോ. ഒരുപാട് പേര് രാവിലെ ഈ സമയത്ത് 4:30 മണി സമയത്ത് നടക്കാൻ പോകുന്നത് ഒരുപാട് പേര്. നമ്മളൊക്കെയാണ് ഏറ്റവും മടിയിലും മടിച്ചിമാരും. ഇവര് ഈ തണുപ്പത്ത് ഇവര് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നല്ല പൊക്കറ നഗരത്തിന്റെ വ്യൂ. വണ്ടി പോകുന്നുണ്ട്, വഴി വളരെ മോശമായി തുടങ്ങി. നല്ല വ്യൂ ഉണ്ട്. ബ്ലോക്ക് ആകാതിരുന്നാൽ മതിയായിരുന്നു. പോയിന്റിലെത്തിയേ. വിദേശികളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കയറി പോയി. ഇവിടെ നിന്ന് ഇനി ഒരു 1/2 കിലോമീറ്റർ നമ്മൾ മുകളിലേക്ക് നട കയറണേ. നട കയറി വേണം പോവാൻ. വിദേശികളൊക്കെ കയറി വരുന്നുണ്ട് അവര്. അതൊക്കെ കയറുക ഇച്ചിരിയേ ഉള്ളൂ. ഹായ്. Where are you from? England. Oh. Mixed bunch. Went to Nashville. Oh. ഫുൾ സ്റ്റാമിനയാണേ. ഒരു ഇംഗ്ലണ്ടിൽ നിന്ന് സാരംഗോട്ട് വ്യൂ പോയിന്റ് കാണാൻ വന്നതാണ് രാവിലെ. നമ്മൾ കഥയ്ക്കാൻ തുടങ്ങി. അയ്യോ, അവർ കയറിപ്പോയി കേട്ടോ. അവര് ഇംഗ്ലണ്ടുകാർ കയറിപ്പോയി. നമ്മൾ കഥയ്ക്കാണ്. ഏകദേശം ടോപ്പിലോട്ട് എത്തുന്നുണ്ടേ.
അങ്ങനെ നമ്മൾ കൊട്ടൂരെത്തി. മുകളിലോട്ട് വാ. കാപ്പി ഉണ്ട്, കാപ്പി വാ. കാപ്പി ടീ. ഓക്കെ ഓക്കെ. എന്തായാലും അടിപൊളി കിടക്ക വ്യൂ ആട്ടോ. അടിപൊളി വ്യൂ ആണ്. ചാടിക്കാം. ഹിമാലയ പർവ്വതം പഴയ സൈഡിൽ അവിടെ മുകളിൽ ഇനി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ഒടുവിൽ എത്തിച്ചേർന്ന് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഹിമാലയ പർവ്വതം ഈ സൈഡിൽ കാണാം. നമുക്ക് അതിൻ്റെ മുകളിൽ വ്യൂ പോയിന്റ് കയറിയിട്ട് കാണാം. ഇത് കണ്ടോ മറ്റേ ലേക്ക്, നമ്മളിതിനെ വൈകിട്ട് പോയ ലേക്ക്. അടിപൊളി കാഴ്ചയാണ്. അടിപൊളിയാണ്. താഴെ പേവ ലേക്ക് ചെയ്യണം വരുന്നുണ്ട്. ഈ സൈഡിലാണ് ഹിമാലയം കാണാൻ. കണ്ട ദൂരെ നമ്മൾ മുകളിൽ ഏറ്റവും മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ കയറുന്നാൽ മുഴുവൻ കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ ടോപ്പ് വ്യൂ പോയിന്റ് കയറുന്നതിന് ചെറിയ പാസ് ഉണ്ട്. ടിക്കറ്റ് എടുക്കുന്നുണ്ട്. 180 അപ്പം 180 രൂപ പാസ് ഉണ്ട്. നല്ല മുകളിൽ നമുക്ക് ഇത് കയറുന്ന കാണാൻ പറ്റും. ഇവിടെ ഒരു വലിയൊരു പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നരസിംഹമൂർത്തിയാന്ന് തോന്നുന്നു. പണി നടക്കുന്നേ ഉള്ളൂ. ആ അതിനൊരു ടിക്കറ്റ് എടുത്തേ. അയ്യാത്തവരൊക്കെ പ്രായമുള്ളവരൊക്കെ കയറി വരുന്നുണ്ട്. ഭയങ്കര രസമാണ്. ഡൈ ആണോ ഇതിൻ്റെ ഡൈ? ലിഫ്റ്റ് ആണോ സ്റ്റെപ്പാണോ എന്നറിയത്തില്ല. കയറി വന്നൊരു ഭാര വ്യൂ ആട്ടോ. ഓ മൈ ഗോഡ്. ഹിമാലയത്തിൻ്റെ ഒരു വ്യൂ ഉണ്ട്. ഹിമാലയമാണ് കാണുന്നത്. അടിപൊളി വ്യൂ. സൂര്യൻ്റെ പൊൻകിരണങ്ങൾ അങ്ങോട്ട് പൊങ്ങി വരുന്നുണ്ട്. ഉണ്ടോ നല്ല സ്വർണ്ണ കളറിലുണ്ട്. 3-4 മിനിറ്റ് കഴിയുമ്പോൾ പൊങ്ങി കയറി വരുവേ. ഈ അന്നപൂർണ്ണയൊക്കെ കാണുന്നു. അന്നപൂർണ്ണയൊക്കെ ചുമക്കും. ഇതാണ് മാച്ചുപിച്ചു ആ കാണുന്നത്. ഇത് ഫിഷ് ടെയിൽ ഇതാണ്. ഹിമാലയത്തിൻ്റെ വ്യൂ ആണ്. നല്ല ഉച്ച വരുന്ന നല്ല അടിപൊളി കാഴ്ച. ഏറ്റവും ടോപ്പിലുള്ളത്. ഇവിടെ ഒക്കെ ആൾക്കാർ നിൽക്കുന്നതാണ്. ഇവിടെ ഇനോവയൊക്കെ താഴെ നിൽപ്പുണ്ട്. ഇവിടെ പേവ ലേക്കിൻ്റെ നല്ലൊരു വ്യൂ ആണ്. പേവ ലേക്ക്.
നമ്മൾ ഇന്നലെ വൈകിട്ട് പോയ പേവാലേക്കാണ് കാണുന്നത്. പൊക്കറ ഇവിടെ ഇങ്ങനെ കൊടുമുടികളാണ്, കൊടുമുടികളുടെ നഗരമാണ്. Popular. ഇറങ്ങി പോവേ. അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ, സൂപ്പർ. നമ്മൾ ആ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് വന്നതിനുള്ള മുതലെത്തു. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. ആർക്കും കംപ്ലൈന്റ് ഒന്നും ഇല്ല കയറത്തില്ല. ഗണപതി ഭഗവാനാണ് കേട്ടോ. അതുകൊണ്ട് എലി ഇവിടെ ഉണ്ട്. ആദ്യം നമ്മുടെ മൂഷിക വാഹനമാണ് ആദ്യം പണിത്. അപ്പം ഗണപതി ഭഗവാൻ തന്നെ നമുക്ക് ഉറപ്പിക്കാം. സൈഡില് നരസിംഹമൂർത്തിയുടെ ഒരു ഇത് കാണുന്നുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ശില്പമാണ്. എനിക്ക് തോന്നുന്നൊരു 1 വർഷം കൊണ്ടൊക്കെ പൂർത്തീകരിക്കും തോന്നുന്നു. എന്താ പറയുക വെച്ചാൽ അടുത്ത നേപ്പാൾ യാത്രയ്ക്ക് നമുക്കിത് പൂർത്തീകരിച്ച് കാണാം എനിക്ക് തോന്നുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ അടിപൊളി ഒരു ടെമ്പിളാണ്. നല്ല വ്യൂ ആണ്, നല്ല രസമാണ്. അപ്പം അടിപൊളി വിരുന്നൊരുക്കി നമുക്ക് ശരിക്കും സാരംകോട്ട എന്ന് പറയുന്നത് നല്ലൊരു ദൃശ്യ വിരുന്നൊരുക്കി. നിങ്ങൾക്കും അത് വളരെ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാകുന്നു. ഇതുണ്ടല്ലേ കെട്ടിടത്തിലൊക്കെ ഭംഗി കണ്ടില്ലേ, അടിപൊളിയാണ്. നല്ല സൺറൈസ് കണ്ടു. അപ്പോൾ ഇതുപോലുള്ള പുതിയ നല്ല കാഴ്ചകളാണ് ഇനി നമ്മുടെ ചാനലിൽ തുടർന്ന് വരാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ നേപ്പാളിലെ 5ാമത്തെ ദിവസമാണ്. ഇനി നമ്മൾ 4 ദിവസം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പുതിയ കാഴ്ചകൾ നല്ല ഇത് നമ്മൾ വെളുപ്പിനെ 4 മണിക്ക് ഇവിടെ കയറി വന്നതാണ്. അവിടെയാണ് നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റിയത്. നല്ലൊരു വീഡിയോ ആയിരുന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ഇത് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇവിടെ സ്കിപ്പ് ചെയ്യുക, ചാനൽ കാണുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.